യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനും ലീഗിനുമെതിരെ ആഞ്ഞടിച്ച് കെ ടി ജലീൽ എം.എൽ.എ. പി കെ ഫിറോസ് സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട കെ ടി ജലീൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ തട്ടിപ്പിൻ്റെ കേന്ദ്രമായി മാറിയെന്നും ആരോപിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടക്കര ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടും ലീഗ് നടപടിയെടുത്തില്ല. പാണക്കാട്ടെ തങ്ങന്മാർ സ്വകാര്യ സംരംഭങ്ങളിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുതെന്നും വിദ്യാഭ്യാസ കച്ചവടത്തിന് കൂട്ടുനിൽക്കരുതെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു. വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസ്സും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി? ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? അപ്പം ഞാൻ പറയുകയാണ്, സഹോദരൻ്റെ ഈ മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാനാകും? എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു. അത് തെറ്റാണ്. ഒരു മയക്കുമരുന്ന് കാരിയർ തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ. മയക്കുമരുന്നിൻ്റെ കാര്യം മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് നമ്മളുടെ ജില്ലയിൽ വ്യാപകമാവുകയാണ്. മുസ്ലിം ലീഗിന് അതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല.